വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും, ഈ അസോസിയേഷൻ്റെ ചുമതലക്കാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അംഗങ്ങളുമേ, ഞാൻ കൂടുതൽ മാസമൊന്നും ആയില്ല, കേവലം 2 മാസം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ബ്രിസ്ബെയിനിലാണ് ഞാൻ ആദ്യം വരുന്നത്. സെൻറ്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വികാരിയായിട്ട് അഭിവന്ധ്യ തിരുമനസ്സുകൊണ്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓസ്ട്രേലിയയിൽ വരുവാനായിട്ട് ഇടയായത്. ഇവിടുത്തെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ്റെയും സൺഷൈൻ ഇന്ത്യൻ ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ്റെയും ചുമതല കൂടി എനിക്കുണ്ട്. എൻ്റെ സ്വദേശം അടൂരാണ്, വടക്കെടുത്തുകാവ് എന്ന് പറയും. എത്ര പേർക്ക് അറിയാൻ സാധിക്കുമെന്ന് അറിയില്ല. എങ്കിൽ തന്നെയും ഞാൻ മാരീഡാണ്. വൈഫ് ഇപ്പോൾ ബ്രിസ്ബെയിനിലുണ്ട്. വ്യക്തിപരമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളോട് സംവദിക്കാനുള്ളത്. ഒരു അമിതമായ ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല. ഓർക്കണം, നമ്മളൊക്കെ ഈ വിഷു എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഉദിച്ചു വന്ന സൂര്യനെ തടഞ്ഞു നിർത്തിയ രാവണൻ്റെ മരണത്തിലൂടെ വിജയം കൈവരിച്ചു തന്ന രാമനെ സ്മരിക്കുന്ന ദിനമാണ് വിഷു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉദിച്ചുയർന്ന തൻ്റെ കൊട്ടാരത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ അത് സഹിക്കവയ്യാതെ രാവണൻ സൂര്യനെ ഉദിച്ചുയരുവാൻ അനുവദിച്ചില്ല. അതിനെതിരെ രാമൻ രാവണനെ കൊല്ലുകയാണ് ഉണ്ടായത്. അതിനെ സ്മരിക്കുന്ന ഒരു ദിനമാണ് വിഷുവിൻ്റെ ദിനം. അതൊരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതേപോലെ തന്നെയാണ് ഈസ്റ്റർ ദിനവും. നീതിസൂര്യനായ തമ്പുരാൻ്റെ ഉയർപ്പ്. അപ്പോൾ മതം എന്നുള്ളത് ഞാനൊരു നിർവചനം കൊടുക്കും. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു വിശ്വാസി എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വിശ്വാസം എന്നതിന് പല നിർവചനങ്ങളുണ്ട്. അതാകാം, ആകാതെയും ഇരിക്കാം. എന്നാൽ ഞാൻ മതത്തിന് കൊടുക്കുന്ന ഒരു നിർവചനം, മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഉള്ള ഒരു പോരാട്ടത്തിൻ്റെ പേരെന്തോ അതാണ് മതം. മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള ഒരു പോരാട്ടത്തിൻ്റെ പേര് അതാണ് മതം. പക്ഷേ ഇന്ന് മതം ഒരു വിശ്വാസ സംഹിതയായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു വിശ്വാസ സംഹിതയല്ല. വിശ്വാസത്തെ ഞാനൊരു ജീവശ്വാസമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ ക്രൈസ്തവ ട്രഡീഷനിൽ നമുക്കറിയാം, ആദമിനെ ഉണ്ടാക്കി മണ്ണുകൊണ്ട് മൂക്കിൽ ഒരു ശ്വാസം ഊതി, ജീവശ്വാസം. ആ ജീവശ്വാസം വിശ്വാസമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇവിടെ മതത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത് അത് ജീവനുള്ള വിശ്വാസം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ജീസസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ജീസസ് ഇസ് നോട്ട് എ ഫാക്ട് ടു ബിലീവ്. ജീസസ് ഇസ് നോട്ട് എ ഫാക്ട് ടു ബിലീവ് ബട്ട് എ ലൈഫ് ടു ലീവ്. അതാണ് ക്രൈസ്തവ ദർശനമാണെങ്കിലും ഹൈന്ദവ ദർശനമാണെങ്കിലും ഇസ്ലാമിക ദർശനമാണെങ്കിലും. മരണത്തിന് മീതെ ഉയിർപ്പ് നൽകിയ വിജയം, ജീവൻ നൽകിയ വിജയം. ഒരു മനുഷ്യനും മരണമില്ല എന്ന എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ഹൈന്ദവ ദർശനങ്ങളിൽ പരബ്രഹ്മം എന്ന പദമുണ്ട്. അത് പുനർജന്മത്തിൽ നിന്നും മാറി ഒരു വ്യക്തി ഈ ലോകബന്ധനങ്ങളെ മാറ്റി നിർത്തിയാൽ അവന് പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുമെന്ന് ഹൈന്ദവ ദർശനം പഠിപ്പിക്കുന്നുവെങ്കിൽ, പുനരുദ്ധാനത്തെ പറ്റി ഇസ്ലാമിക ദർശനം പഠിപ്പിക്കുന്നുവെങ്കിൽ, ഉയർപ്പിനെ പറ്റി ക്രൈസ്തവ ദർശനം പഠിപ്പിക്കുന്നു ആയിക്കോട്ടെ, ഇസ്ലാമിക ട്രഡീഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, ഇതൊക്കെ പഠിപ്പിക്കുന്നത് സർവ്വചരാചരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യമുള്ള ദർശനങ്ങളാണ് ഈ നമ്മുടെ സമൂഹത്തിന് കേരളീയ തനിമയ്ക്കുള്ളത്. അത് മനസ്സിലാക്കാതെ നിന്നാൽ പലർക്കും പലതും നഷ്ടപ്പെട്ടേക്കാം. അത് എപ്പോഴും നമ്മളുടെ ചിന്തയിൽ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അകമഴിഞ്ഞ സ്നേഹം, തമ്പുരാനെ പറ്റി ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും തിന്മയ്ക്ക് മേലിന്ന് നന്മ വിജയിക്കുകയാണോ, നന്മയ്ക്ക് മേലിന്ന് തിന്മ വിജയിക്കുകയാണോ എന്നുള്ളത് സ്വയം ചിന്തിക്കുക. നമ്മൾ വന്ന് ആഘോഷിക്കുന്നു. ഇന്ന് വെൽക്കം സ്പീച്ചിൽ പറഞ്ഞതുപോലെ ഈ ആഘോഷങ്ങളൊക്കെ നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.